നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ മഴക്കാല മുന്നൊരുക്കങ്ങൾ, ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല നല്ല കോമ്പിനേഷൻസുകളുടെ ഒരു ഐഡിയ ആണ് നമ്മളിപ്പോൾ കർഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കൊടുക്കാൻ പറ്റിയ നമുക്ക് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ചപ്പ് ചവറുകളും മൾച്ചിങ് ചെയ്തിട്ട് മഴക്കാലത്ത് ദോഷമായിട്ട് മാറുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും നമുക്കതിനെ നല്ലൊരു മികച്ച ജൈവവളമാക്കി മാറ്റുവാനും നല്ല രീതിയിൽ പൊതയെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു മാനുവറാക്കി മാറ്റുവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണല്ലോ ഡീകമ്പോസറുകൾ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ആവാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ഈ ഡീകമ്പോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബാക്ടീരിയകളുടെ ഒരു കൺസോർഷ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡീകമ്പോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ കൊടുക്കണം, ഡീകമ്പോസർ ഉപയോഗിക്കുമ്പോൾ പലർക്കും സംശയമുണ്ട്, ഇത് നമ്മുടെ ചെടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് ദോഷം ഉണ്ടാകുന്നു. ഒരിക്കലും ഈ ഡീകമ്പോസർ എന്ന് പറയുന്ന സാധനം ഉണങ്ങിയതോ അല്ലെങ്കിൽ നശിച്ചതോ ജീവനുള്ള സാധനങ്ങളിലല്ല, നശിച്ച സാധനങ്ങളിലാണ്, അല്ലെങ്കിൽ നശിച്ചു കഴിഞ്ഞാൽ അഴുകുന്ന സാധനങ്ങളിലാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഡീകമ്പോസർ എടുക്കുമ്പം നമ്മൾക്ക് തോട്ടത്തിൽ നമ്മൾ കാണാം കുറേയേറെ കിഴങ്ങുകളും കാര്യങ്ങളൊക്കെ നീക്കും. അപ്പോൾ ചെടിയുടെ ഇടയ്ക്കുള്ളിൽ കിഴങ്ങുകൾ എടുക്കാൻ വലിയ പാടായിരിക്കും, ചിലപ്പോൾ ചെടി മറിയും. ഈ സമയത്ത് എടുത്താൽ ചിലപ്പോൾ മുറിപ്പാടിൽ അഴുകലുണ്ടാവും. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത് നല്ല ഡീകമ്പോസർ. അപ്പോൾ ഈ ഡീകമ്പോസർ സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക, എല്ലാവരും ഡീകമ്പോസർ എന്ന് പറയും. എല്ലാ ഡീകമ്പോസറിലും എല്ലാ ആവശ്യമുള്ള ബാക്ടീരിയകൾ കാണും നിർബന്ധമില്ല. ഈ ബാക്ടീരിയ എന്ന് പറയുമ്പോഴത്തേക്കും പലതരം ബാക്ടീരിയകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ആക്ടിനോവൈസേറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ബാക്ടീരിയകൾ നമ്മുടെ ഏത് സാഹചര്യത്തിലും വർക്ക് ചെയ്യുന്നതായിരിക്കണം. ചൂട് കൂടിയ കാലാവസ്ഥ, ചൂട് കുറഞ്ഞ കാലാവസ്ഥ, വായു ഇല്ലാത്ത സമയത്ത്, അസിഡിറ്റി ഉള്ള മണ്ണിൽ, ഇങ്ങനെ അതായത് കട്ടി കൂടിയ കിഴങ്ങുകളെ, ഇപ്പോൾ ഇതിനെല്ലാം കൂടെ പറ്റുന്ന ബാക്ടീരിയകൾ അടങ്ങുന്ന ഒരു കൺസോർഷ്യമായിരിക്കണം നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പം ബാക്ടീരിയയ്ക്ക് വേറെ കാര്യം, നമ്മൾ ഫംഗിസൈഡൊക്കെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന മണ്ണാണെങ്കിലും ഒരു പരിധി വരെ കുഴപ്പം ഇല്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിവതും ബാക്ടീരിയമൈസിൻ പോലുള്ള സാധനങ്ങളൊക്കെ ആ ഫീൽഡിൽ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അപ്പം നമ്മൾ ഈ ഡീകമ്പോസറൊക്കെ ചെയ്ത തോട്ടങ്ങളിൽ വലിയ കട്ടി കൂടിയ മരങ്ങളുടെ തടി പോലും കാലക്രമേണ ദ്രവിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഡ്രെൻ ചെയ്ത് പോവുക. നല്ല കമ്പനിയുടെ സാധനങ്ങൾ, അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ അസിഡിക് സോയിലാണ്, അപ്പോൾ ചിലപ്പോൾ ആൽക്കലൈൻ സോയിലാണ്. അപ്പം പല കമ്പനിക്കും നല്ല പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ ഓരോരുത്തരും കടയിൽ പോയി സെലക്ട് ചെയ്യുമ്പം വെറുതെ ഡീകമ്പോസർ എന്നുള്ള പുറമെ പോകരുത്. പിന്നെ കൃഷിക്കാരെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടാക്കാൻ പോകുമ്പോൾ ചിലവുകളാണ്, ചിലപ്പോൾ ശരിയാവത്തില്ല, കണ്ടാമിനേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല കമ്പനിയുടെ ഡീകമ്പോസറിനെ സെലക്ട് ചെയ്യുക. നിങ്ങൾ ബയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, മറ്റ് ബയോ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഉറപ്പായിട്ടും ഈ ഡീകമ്പോസറും അതിനൊപ്പവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും.